അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രി കുഞ്ഞോള് അതാ തേങ്ങിക്കരയുകയാണ്. കൂടെ കിടക്കുന്ന ഭർത്താവ് ഇർഫാൻ പറയുന്നു, കുഞ്ഞോളെ എന്താ, നീ എന്താ കിടക്കുന്നില്ലേ? നീ എന്താ എഴുന്നേറ്റിരിക്കുന്നത്? അവൾ വിതുമ്പുകയായിരുന്നു. എന്തു പറ്റി പെണ്ണേ? എന്താ എൻ്റെ കുട്ടിക്ക് എന്താ പറ്റിയത്? നീ എന്താ കൊച്ചു കുട്ടികളെ പോലെ ഇത് കുഞ്ഞുറങ്ങാം കേട്ടോ. ഇനി നിൻ്റെ കരച്ചിലേക്ക് കേട്ട് എന്താ നീ എന്താ വിഷമിക്കുന്നത്? ഇക്ക എന്താടി, നീ എന്തിനാ കരയണത്? എന്താ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? നിനക്ക് തലവേദനിക്കുന്നുണ്ടോ? പല്ലുവേദന ഉണ്ടോ? വയറുവേദന ഉണ്ടോ? എന്താ നീ പറയാത്തത്? ഇല്ല. പിന്നെന്താ? എന്തു പറ്റി? അവളുടെ നെറ്റിയിൽ അതാ അവൻ പതുക്കെ തലോടി കൊടുത്തു. എന്തു പറ്റി പെണ്ണെ? എന്താ എന്താണ്ട്? എന്ത് വേണ്ടത്? വെള്ളം വേണോ? ചുടുവെള്ളം വേണോ? വേണ്ടിക്ക. എന്നാലും എന്താ? എവിടെ വേദനിക്കണം? കാല് വേദനിക്കുന്നുണ്ടോ? എന്താണ് നീ ഒന്നും പറയാതെ? ഹോസ്പിറ്റലിൽ പോകണോ? എന്നാ മാറ്റി നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. അല്ലേക്ക. പിന്നെ എവിടെ വേദന? എൻ്റെ ഹൃദയമാണ് വേദനക്ക. എൻ്റെ ഹൃദയവേദനയോ? അത് എന്താ, നിനക്ക് വിഷമം എന്തെയുണ്ടോ? ഇല്ല. പിന്നെന്താ? സത്യം പറവണ്ണേ. ഇക്ക, ഞാൻ എൻ്റെ ആങ്ങളെ വന്നപ്പോൾ പോയപ്പോൾ ഞാൻ ഇന്നൊരിക്കലും പോരാൻ വിചാരിച്ചതല്ല. പക്ഷേ അപ്പോഴേക്കും എളാമയുടെ ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ അതാണ് കാര്യം. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ബുദ്ധിമുട്ടാക്കാൻ പോകരുതെന്ന്? അത് അവൻ വന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും ഇറങ്ങി ഓടാൻ പാടുണ്ട് പെണ്ണെ, മക്കളെയും കൊണ്ട്. ഇക്ക, ഞാൻ എന്ന് കണ്ടത് എൻ്റെ കുട്ടിയെ? എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം എൻ്റെ പൊന്നു മോനെ എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനത്താണ് കാണുന്നത്. അതെ, ഓനെ കാണാതെ എന്താ സാധനത്തിനൊന്നും വേണ്ടിയിട്ടൊന്നല്ല, പക്ഷേ അവൻ്റെ കൂടെ കുറച്ച് സമയം നിൽക്കുക എന്നുള്ളതായിരുന്നു എനിക്ക്. അത് സാരല്ല ഇക്കാൻ്റെ കുട്ടി, കരയണ്ട. കുഞ്ഞോളേതാ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിക്കിടത്തി ഇർഫാൻ നല്ല രീതിയിൽ അവൾ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുന്നു. എൻ്റെ പെണ്ണെ, നിങ്ങളുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അതെ നമ്മുടെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ, ഉമ്മാക്ക് ഉള്ള സ്നേഹം എങ്ങനെ എളാമ്മക്ക് ഉണ്ടാവുമോ? എളാമ്മ എന്ന് വെച്ചാൽ എന്താ? ഉപ്പ രണ്ടാമത് വിവാഹം കഴിച്ച സ്ത്രീ. അത് എല്ലാ കണക്ക് നോക്കുകയാണെങ്കിലും അതിൽ 98% അങ്ങനെ തന്നെയാണ്. 2% മാത്രം നല്ല രീതിയിലാവും. അങ്ങനെയാണ്. നിനക്കറിയില്ല അതിനെക്കുറിച്ച്? അത് അവർക്ക് അവരുടെ മക്കൾക്ക് കൊടുക്കണം, അവരുടെ ഫാമിലിക്ക് കൊടുക്കണം എന്നായിരിക്കും എന്തും. അത് നിങ്ങൾക്കും ഒക്കെ തന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ 4-5 മക്കളില്ലേ, അവളെയും കൊണ്ട് നീ ഇങ്ങനെ പിടിച്ചു വലിച്ച് പോകുന്നത് ഞാനും വിചാരിച്ചില്ല. പക്ഷേ പിന്നെ നിൻ്റെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനൊന്നും പറഞ്ഞില്ല പെണ്ണെ. അതാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ വാങ്ങിത്തരും, എവിടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യും. പിന്നെ എന്തിനങ്ങനെ ഇത്രമാത്രം? ഇക്ക ഒന്നുമല്ല, എനിക്ക് എൻ്റെ പൊന്നാങ്ങളുടെ കൂടെ കുറച്ച് സമയം നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാണ്ടാവില്ലേ, അതിനിപ്പോൾ ഒരു അവസരം തരുന്നില്ല. അതെ, ഒരു അന്യ രീതിയിൽ എന്നെ മക്കളെയും കണ്ടത് എനിക്ക്. പിന്നെന്താ, മക്കളെ കയ്യിലൊക്കെ എന്താ മിഠായും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊന്നല്ല ഇക്ക, അങ്ങനെയൊന്നല്ല എൻ്റെ യഥാർത്ഥം. അതൊക്കെ സാരല്ല. നിനക്ക് എന്താ വേണ്ടി മിഠായി? അത് ഞാൻ വാങ്ങിത്തരൂലേ? നിനക്ക് ഗൾഫിൻ്റെ സാധനം വേണോ? ഗൾഫ് ബസാറിൽ പോയ എല്ലാ സാധനങ്ങളും കിട്ടും. ഇക്ക, എനിക്കൊരു സാധനത്തിലെ മിഠായിക്കോ കൊതിയില്ല, പക്ഷെ സ്നേഹബന്ധം അതാണ് വേണ്ടത്. എൻ്റെ ചോരയില്ല അവനെനിക്കൊന്ന് കാണാൻ പോലും ശരിക്കൊന്ന് ചാൻസ്, ഒരു ദിവസം അവൻ്റെ കൂടെ നിൽക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, അവരുടെ സ്വഭാവം. തൻ്റെ ഭർത്താവിൻ്റെ നെഞ്ചിൽ കിടന്ന് വിങ്ങിപ്പൊട്ടുകയാണ് കുഞ്ഞോള്. അയാൾ നല്ല രീതിയിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ കരയല്ലേ, നിനക്ക് എന്താ വേണ്ടത്? എന്തെങ്കിലും കഴിക്കല്ലേ? വേണ്ടിക്ക. എന്നാലും ഉമ്മ പോയി. ഉപ്പാക്കൊന്നിനും കഴിയൂല. എൻ്റെ ഉപ്പാക്ക് പാവാണ്. ഉപ്പാൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉപ്പാനോട് ഇങ്ങോട്ട് നോക്കാൻ കൊണ്ടുവരാന്ന്. എൻ്റെ പൊന്നാരിക്ക, ഇവിടെ ഉമ്മയും ഉപ്പയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഉപ്പാനും കൂടി കൊണ്ടുവന്നാൽ അതെന്താ? സാരല്ല. അതിനെന്താ? ഉപ്പാന്ന് വെച്ചാൽ അത് നിൻ്റെയും എൻ്റെയും ഉപ്പ പോലെ തന്നെയാണ്, അല്ലാതെ പുറമക്കാരല്ലല്ലോ. നമ്മൾ സ്നേഹത്തോടെ അവരെ സ്വീകരിക്കണം.
മരുമകൻ്റെ ആ നല്ല വാക്ക് ഒരു നിമിഷം അവൾ സന്തോഷിച്ചു. അതെ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് സ്നേഹനിധിയായ ഒരാളാണ്. ഉപ്പയെ എപ്പോഴും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിർബന്ധിക്കും. പക്ഷെ അതൊന്നും അവൾ ഓരോന്ന് ആലോചിച്ചു. ഉമ്മയുള്ള നിമിഷങ്ങൾ, അതെ, ഉമ്മയുള്ള നിമിഷം എത്ര സന്തോഷമായിരുന്നു. ഉമ്മ എല്ലാവർക്കും ചോറ് വിളമ്പിത്തരും. അതെ, അന്ന് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഉമ്മ അന്ന് ഉപ്പ കൊണ്ടുവന്ന അരിയിൽ നിന്ന് എടുത്ത് ചോറ് അല്ലെങ്കിൽ കഞ്ഞി വെക്കും, എന്തെങ്കിലും ഒരു കൂട്ടാനായിട്ട് അങ്ങനെ വെക്കും, മക്കളുടെ വയറൊക്കെ നിറയട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട്. അന്നൊക്കെ പട്ടിണിക്കാലായിരുന്നു. എന്നാൽ ഒരുമിച്ചിരുന്ന് ഉപ്പയും ഉമ്മയും ഞാനും അനിയനൊക്കെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴേ അന്ന് ഞങ്ങൾ വല്യമ്മയും വല്യപ്പയൊക്കെ ഉണ്ടായിരുന്നു. അതും വല്ലാത്തൊരു റാഹത്തായിരുന്നു, സന്തോഷമായിരുന്നു. എന്ത് ചെയ്യാം, ഉമ്മ പോയതോടുകൂടി എല്ലാം പോയി. അല്ലാ, എൻ്റെ ഉമ്മയുടെ ഖബറുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കല്ലാ. നിൻ്റെ ഈ കണ്ണീരോടുള്ള ദുആ മതി നിൻ്റെ ഉമ്മയുടെ ഖബർ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കാൻ. ഇൻഷാ അല്ലാ. നീ കരയല്ലേ പെണ്ണെ, നീ കരഞ്ഞ് എനിക്ക് വിഷമമാണ്. അള്ളാഹു നമുക്ക് 5 മക്കളെയാണ് നൽകിയിട്ടുള്ളത്. അതെ, നമ്മുടെ ചെറിയ പൊന്നുമോൻ 5ാമതായിട്ട് അള്ളാഹു നമുക്കൊരു ആൺകുട്ടിയെ നൽകി. 4 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. അൽഹംദുലില്ലാ, ബർക്കത്താണ് പെൺമക്കൾ. അതുമാത്രമല്ല, സ്വർഗത്തിലേക്കുള്ള ഒരു താക്കോല് കൂടി നിനക്ക് കിട്ടിയിട്ടുണ്ടടി. 3 പെൺകുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ താക്കോല് കിട്ടുമെന്നാണല്ലോ. പക്ഷേ നമ്മൾ ദീനിയായ രീതിയിൽ ജീവിക്കണം, അതാണ്. നീ ഉറങ്ങാൻ നോക്ക്, വെറുതെ രാത്രി ലേറ്റ് ആക്കണ്ട. തലവേദനയ്ക്ക് വരും വീണ്ടും. ഒരുപാട് കരഞ്ഞ് എന്തിനും തലവേദന ഉണ്ടാക്കുന്നത്? ഒന്നുമില്ലേക്കാ, എൻ്റെ കുഞ്ഞുവാനെനിക്ക് ശരിക്കും ഒന്ന് കാണാൻ പോലും, ഒരു ദിവസം എൻ്റെ കൂടെ നിൽക്കാനൊന്നും എനിക്ക് പറ്റിയില്ലല്ലോ. സാരല്ല, നാളെ അങ്ങോട്ട് വിളിക്കാം. എന്താ, ഇവിടെ റൂമുണ്ടല്ലോ കിടക്കാൻ കേട്ടോ. നാളെ തന്നെ അവരെങ്ങോട്ട് വിളിക്കണം. നാളെ ഇവിടെ നിൽക്കട്ടെ. അതിനുള്ള അമ്മ വിടുമോ എനിക്കറിയില്ല. പറയും ഉപ്പാൻ്റെ അടുത്ത് ആരാ, ഉപ്പാനെ നോക്കാൻ ആരാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പറയും. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, നാളെ ഉപ്പയും കുഞ്ഞോനെ ഇങ്ങോട്ട് പോന്നോട്ടെ. ഷാമിൽ ഉപ്പ ഇവിടെ നിൽക്കട്ടെ. എന്താ, 2 ദിവസം ഇവിടെ നിൽക്കാമല്ലോ. ഉപ്പാനെ നോക്കണ കൂലി നിനക്കും കിട്ടണമല്ലോ. അത് ഭാര്യക്ക് അല്ലെങ്കിൽ മരുമക്കൾക്ക് അങ്ങനെയില്ല. പെൺമക്കൾക്കാണെങ്കിലും ആമക്കൾക്കാണെങ്കിലും ഉമ്മയെയും ഉപ്പയെയും നോക്കുന്നതിൽ തുല്യ അവകാശം തന്നെയാണെന്നുള്ളത്. അല്ലാതെ ആൺമക്കൾക്ക് മാത്രം പെൺമക്കൾക്ക് വേറെ അങ്ങനെയല്ല കേട്ടോ. അത് നമ്മുടെ കടമയാണ് മാതാപിതാക്കൾ നോക്കേണ്ടത്. ഇക്ക, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ? ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ, നാളെ ഞാൻ ചോദിച്ചു നോക്കാം. ഷാമിൽ ഉപ്പ ഇങ്ങോട്ട് വരട്ടെ, ഇവിടെ റൂമുണ്ടല്ലോ, ഇവിടെ കിടക്കാലോ, കുഴപ്പമില്ലല്ലോ. അവൾക്ക് അല്പം ആശ്വാസം തോന്നി. പക്ഷേ ഇക്ക, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? അത് നാളെ ഷാമിലിനെ കൊണ്ട് കുഞ്ഞുവിനെ കൊണ്ട് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോവാണല്ലോ. അവനെ കൊണ്ടോ? അതെന്താ? അതെ, നാളെ എൻ്റെ കുഞ്ഞുവനക്ക് ഒരു പെണ്ണിനെ കാണാൻ പോവാണെന്നാണ് പറഞ്ഞത്. എന്താ നീ പറയുന്നത്? അതെന്താ ഒരാളോട് ചോദിക്കും പറയുകയൊന്നും ചെയ്യാതെ അങ്ങനെ? ഒന്നുമില്ലെങ്കിൽ നീ പെങ്ങളല്ലേ, ഞാൻ അളിയനല്ലേ? ഇക്ക, അതൊക്കെ അവരെപ്പോഴും മുൻകൂട്ടി ഉറപ്പിച്ചതാണ്. ഇന്നലെ കുഞ്ഞോനാണ് എന്നോട് പറഞ്ഞത് അതിനെക്കുറിച്ച്. ഓ, അങ്ങനെയാണല്ലേ? അതെവിടെയാണല്ലോ? അത് അത് പറഞ്ഞപ്പോൾ തന്നെ അവൾ കരഞ്ഞു പോയി. എന്താ നീ കരയുന്നത്? കരയാതെ കാര്യം പറയണേ. അതൊക്ക കുറച്ച് ഏജുള്ള പെണ്ണാണെന്നാണ് പറഞ്ഞത്. ഏജുള്ളതോ? 23 വയസ്സായ ചെക്കൻക്ക് എന്തിനാ അത്രയും വലിയ പെണ്ണിനെയൊക്കെ? എത്ര വയസ്സുണ്ടാവും? അത് 27 ആയിട്ടുണ്ടാവും. ലാഹുല വല, എന്താണിത്? ആരാണ് കല്യാണം ഉണ്ടാക്കിയത്? അത് കേളാമ്മാൻ്റെ പണിയാണ്, ആർക്കും ഒന്നും പറയാൻ പറ്റൂലല്ലോ. അതെ, ഞാൻ ചോദിച്ചു അവനോട്, മോനെ എന്താ ഇത്ര പെട്ടെന്ന്, അല്ലെങ്കിൽ അത്രയും വയസ്സുള്ളതെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞതെന്നോ? ഉമ്മ, അത് ഏളാമ്മ പറഞ്ഞത്, ഇവിടെ ഉപ്പാനെ നോക്കാൻ ആരുമില്ല, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കഴിയൂല, വീട്ടിലത്തെ പണിയും കാര്യങ്ങളെല്ലാം കൂടി. എന്താ ഏളാമ്മ അങ്ങനെ? ഉപ്പാനെ നോക്കാൻ അത് പറ്റൂല, എന്നാൽ പിന്നെ വേറൊരു വീട്ടിലേക്ക് വിടുമോ? അതും പറ്റൂലെന്ന് വെച്ചാലോ? സത്യം പറഞ്ഞ ഇർഫാന് ദേഷ്യമാണ് വന്നത്. കുഞ്ഞോളെ, നീ ഇന്ന് മക്കളെയും കൂട്ടി അങ്ങോട്ട് പോയത് എനിക്ക് തീരെ പറ്റിയില്ല. പെങ്ങളെ കാണാൻ ആങ്ങൾ അങ്ങോട്ട് വന്നോട്ടെ. ഇക്ക, എനിക്ക് സഹിച്ചില്ല അവൻ വരിക എന്ന് പറഞ്ഞപ്പോൾ. എന്നാലും എൻ്റെ മക്കളോടോ നിന്നോടോ ഒന്ന് പറഞ്ഞോ എയർപോർട്ടിലേക്ക് പോകുന്ന കാര്യം എന്തെങ്കിലും?
അതൊന്നും പറഞ്ഞില്ലല്ലോ. നീ അറിഞ്ഞ് കേട്ട് ഓടിയതല്ലേ? അല്ലാതെ ഒരിക്കലും നിന്നെ വിളിക്കുകയൊന്നും ചെയ്തില്ലല്ലോ. ഇല്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. എൻ്റെ കുട്ടികൾക്കും എനിക്കും ഒന്ന് എയർപോർട്ട് കാണലോ ആയി. അത് ആങ്ങളെ കൊണ്ടുവരല്ലോ, പക്ഷേ വിളിച്ചില്ല. ആ, സാരല്ല. നിങ്ങൾക്ക് എയർപോർട്ടൊക്കെ വേണമെന്നുണ്ട് ഞാൻ കാണിച്ചു തരൂല്ലേ. എന്താ, എനിക്കിവിടെ നാട്ടിൽ ജോലി വിചാരിച്ചിട്ട് എനിക്കതിനൊന്നും കുഴപ്പമില്ല. ഉള്ള പൈസ വെച്ച് ഞാൻ എൻ്റെ മക്കളെ കൊണ്ടുപോകും, സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കും. ഒരിക്കലും ഒരാളുടെ മുമ്പിൽ കൈ നീട്ടരുത്, അത് എനിക്ക് പറയാനുള്ളൂ. അതെ, മരിക്കുവോളോ എനിക്കത് ഇഷ്ടമല്ല. ഒരാളുടെ മുമ്പിൽ എൻ്റെ ഭാര്യയും മക്കളും കൈ നീട്ടുന്നത് ഇഷ്ടമല്ല. ഒരിക്കൽ പോലും അതിന് പോവരുത്. എൻ്റെ അഭിമാന പ്രശ്നമാണത്. ഉള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ കഴിയാം. എന്താ പോരെ നിനക്ക്? ഞാൻ നിനക്ക് വേണ്ടി എത്ര വേണമെങ്കിലും അധ്വാനിച്ച് കൊണ്ടുവന്ന് തരാം. എങ്കിലും ഒരാളുടെ മുമ്പിലേക്ക് നീ പോകരുത്. എൻ്റെ കുഞ്ഞോളെ, എൻ്റെ മക്കളെയും കുട്ടി, എനിക്കത് ഇഷ്ടമല്ല. ഇല്ലക്ക, ഞാൻ ഒന്നിനോ സാധനത്തിന് വേണ്ടി പോയതല്ല. ഞാൻ എൻ്റെ ആങ്ങളിനെ ഒന്ന് കാണാൻ വേണ്ടി പോയതായിരുന്നു. ആ, ആയിക്കോട്ടെ. നീ ഇന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. വെറുതെ നീ ഉറക്കൊഴിച്ച് തലവേദന ഉണ്ടാക്കണ്ട. ഉറക്കൊഴിച്ചാൽ എനിക്ക് തലവേദനയാണ്. ഇന്ന് കിടന്നേ. ചെല്ലി പറഞ്ഞൊക്കെ കിടക്ക്. ഭർത്താവ് ഇർഫാൻ സ്നേഹത്തോടെ അവളെ അല്പം ശകാരിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആ കൈകൾ തലയണയടക്കി അവൾ കിടന്നപ്പോൾ അവളുടെ മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം. എന്നാൽ ഈ സമയം അതാ ഷാമിൽ. അവനാകപ്പാടെ ടെൻഷനായിരുന്നു. അതെ, നാളത്തെ കാര്യം ആലോചിച്ചിട്ട് റബ്ബേ ഞാൻ എന്താ ചെയ്യാ. ഛേ, എളാമ. എന്നാൽ അതിനിടക്ക് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തിക്ക്. അതെ, പിന്നെ മോൻ എത്തിക്കണം കേട്ടോ. നാളെ ഞങ്ങളൊരു 9 മണിയാകുമ്പോഴത്തേന് പെണ്ണ് കാണാൻ വരണ്ട്. പിന്നെ അധികം നിൽക്കാമെന്നൊന്നുമില്ല, വേഗം വന്ന് പോരുക. വേറൊരു കുട്ടിനോട് ഇത് പറയണ്ട, ആരും ഇത് അറിഞ്ഞിട്ടുമില്ല. ഞാനും ഓനും അങ്ങോട്ട് പോകണ്ട്, മക്കളും കൂടി അങ്ങോട്ട് വരണ്ട്. വന്നിട്ട് ഓന് കണ്ടോട്ടെ, കണ്ടിട്ട് അങ്ങോട്ട് വേഗം ഉറപ്പിച്ച. പിന്നെ ഞാൻ പറഞ്ഞാൽ ഓനുണ്ട് ഓക്കെ പറയും, മാണ്ട ഒന്നും ഓൻ പറയില്ലേക്കും. അതെൻ്റെ ഒരു അഭിപ്രായം. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേക്കണവനോട് വാപ്പാനെ നോക്കാൻ ഒരാൾ വേണമല്ലേ, ഞാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞേക്കണ്. അല്ല, ഓന് അതിനത്ര വയസ്സൊന്നും ഇല്ലല്ലോ. ചെറിയ ചെക്കനാണ്, 23 വയസ്സ്. കാണാൻ നല്ല മൊഞ്ചനൊക്കെ തന്നെയാണ്. എന്നാൽ റസി അതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. റബ്ബേ, ഇവർക്കിത് എന്തിൻ്റെ കേടാ. ഉമ്മ. അവൾ വന്നു. എന്താ ഉമ്മ നിങ്ങളൊക്കെ പറയണത്? എന്താ എളാമ വിളിച്ചിട്ടുണ്ട്, തൻ്റെ കല്യാണക്കാര്യത്തിനെ കുറിച്ച് പറയണേ. നാളെ എന്നെ കാണാൻ വരുന്നുണ്ടെന്ന്. എളാമ ഉണ്ടാവും ഒപ്പം. ഉമ്മ, എനിക്കെത്ര വയസ്സായി ഉമ്മക്കറിയോ? എനിക്ക് 27 27 അപ്പം അത് അല്ലമ്മ, 27 പൂർത്തിയായി. 28ലേക്ക് ഞാൻ കടന്നുപ്പോ. 28ാമത്തെ വയസ്സാണ് എനിക്കിത്. ചെക്കൻ്റെ വയസ്സ് എത്ര? ചെക്കൻ്റെ വയസ്സിപ്പോൾ എത്ര പറഞ്ഞ്? നിങ്ങൾ ഓർക്കണില്ലല്ലോ ഉമ്മ. നിങ്ങൾ ഓർക്കണില്ലെങ്കിലും ഞാൻ കേൾക്കണുണ്ടത്. 23 വയസ്സല്ലേ? അതെ ഉമ്മ. ഫോണ് ലൗഡ് സ്പീക്കർ ആക്കിയിട്ടില്ലെങ്കിലും ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ഉമ്മ, 23 വയസ്സുള്ള ചെറിയ പയ്യൻ 28 വയസ്സുള്ള എന്നെ കല്യാണം കഴിക്കുകയെന്ന് വെച്ചാൽ അതൊക്കെ ഉമ്മ ഒരു നടക്കണ കാര്യമാണോ? എനിക്ക് എങ്ങനെ ഒരു ഭർത്താവിൻ്റെ സ്ഥാനത്ത് ഓനെ കാണാൻ കഴിയുമോ? എൻ്റെ അനിയൻ്റെ സ്ഥാനത്തിൽ എനിക്ക് കഴിയുള്ളൂ. റസിയ, എൻ്റെ നാവടക്കിക്കോ. ആദ്യത്തെ കല്യാണത്തിന് എൻ്റെ നാവുകൊണ്ടാണ് ഇറങ്ങിപ്പോന്നേക്കാരല്ലേ? എൻ്റെ നാവ് കുറച്ച് അടക്കിക്കോ. പെണ്ണുങ്ങളായാലേ ഇമ്മാരും പാപ്പാരും പറഞ്ഞ് കുറച്ച് കേട്ട് നിൽക്കുക വേണ്ടിയത്, അല്ലാതെ എൻ്റെ ഇഷ്ടം തീരുമാനിക്കലല്ല. ഓൾ ആദ്യത്തോടത്തുനിന്ന് വേഗം ഇങ്ങോട്ട് പോന്നു. ഉമ്മ, ആദ്യത്തോടത്തുനിന്ന് ഞാൻ പോകുന്നത് എന്താ ഉമ്മക്ക് അറിയില്ലേ? എനിക്കറിയില്ല. എൻ്റെ ഭർത്താവ്. ആ, കുറച്ചൊക്കെ ക്ഷമിക്കണേ. ഇതിപ്പോൾ എന്താ ഉമ്മ, ഞാൻ കുറേ നിന്നതല്ലേ അവിടെ. അത്രക്കും ഗതിയില്ലാതായിട്ടല്ലേ ഞാൻ പോകുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ കാട്ടിക്കൂട്ടലും ഉമ്മാൻ്റെ പീഡനവും നാത്തുമാരെ കുറ്റം പറച്ചിലും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് കഴിഞ്ഞില്ലമ്മ. അതല്ലേ. എന്നാലും അവിടെ പിടിച്ച് നിൽക്കേണ്ടീന്ന് വെച്ച്. ഓൻ എത്ര മുതലുള്ള ആളേനോ. ഒന്നുമില്ല, എനിക്ക് ആ മുതലെങ്കിലും കിട്ടൂലേനോ. അതൊക്കെ കണ്ട് വിട്ടെറിഞ്ഞ് പോന്നില്ലേ. ആ, എന്നാലേ ഇപ്പം എനിക്കൊരു ഭാഗ്യമാണ് വന്നിക്കണത്. നല്ലൊരു ചെക്കനെ, നല്ല അറബിൻ്റെ ഒപ്പം ഷെയ്ഖിൻ്റെ ഒപ്പം അവൻ്റെ പണിയെന്ന് വെച്ചാൽ അവിടെയൊക്കെ നോക്കിയെടുക്കലേ ഉള്ളൂ. പൈസ നല്ലോണം ഉണ്ട്. അത്രയും നല്ല പെരയും കുടിയൊക്കെ ഉണ്ടാക്കിയില്ലേ, വലിയ വണ്ടി എടുത്തു, ഒക്കെ ചെയ്തില്ലേ. ഇജ് അവിടെ എത്തിക്കിട്ടുമോ? രക്ഷപ്പെടും ഇജ്. കാരണം നല്ല പൈസക്കാരനുമാണ്, ചെറുപ്രായവുമാണ്. എല്ലാം കൊണ്ടും ഇജായിട്ട് ഇത് വെറുതെ തട്ടിത്തെറിപ്പിച്ച് കളയല്ല എൻ്റെ പൊന്നാര പെണ്ണെ. ഞാൻ ആവൂല കല്യാണം നോക്കാൻ. ഇത് എളാമ പറഞ്ഞതുമാണ്. ഉമ്മ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ
ഇനി എനിക്കൊരു വിവാഹം വേണ്ട എന്നുള്ളത് അത്രക്കും ഞാൻ അനുഭവിച്ചിരിക്കണുമ്മ. ഇനി എന്നെ കൊണ്ട് കഴിയൂല. ഇനി എനിക്കൊരു വിവാഹം വേണ്ടുമ്മ, സത്യമായിട്ടും. അവൾ വിതുമ്പിക്കരഞ്ഞു. എന്നാൽ അവളുടെ വാക്കുകളൊന്നും ഉമ്മ വകവെച്ചില്ല. പെണ്ണിന്റെ വിചാരം എന്താ, നല്ലൊരു ബന്ധം ഇങ്ങോട്ട് കിട്ടിയിട്ട് അത് ഒഴിവാക്കുകയാണല്ലോ. ഹേ, ഇത്രയും ഒരു ബുദ്ധിയില്ലാത്ത സാധനമായി പോയല്ല. നാളെ 9 മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തും, മാറ്റി ഒരുങ്ങി ഇവിടെ നിന്നോണ്ടി. അവൾ ഒരു നിമിഷം വിചാരിച്ചു, റബ്ബേ, എൻ്റെ അനിയൻ്റെ പ്രായമുള്ള ആ കുട്ടീനെയൊക്കെ എങ്ങനെ റബ്ബേ ഞാൻ കല്യാണം കഴിക്കുക, എനിക്ക് ആലോചിച്ചിട്ട്. റസിയയും ആ രാത്രി വിതുമ്പുകയായിരുന്നു. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.